കിങ് മേക്കർ പാമ്പാടി രാജൻ. കുശലം പറയാനൊന്നും സമയമില്ല. മേച്ചിൽപ്പുറങ്ങളിലേക്ക് സ്വന്തം പ്രജാപതി സാരഥികളുമായി യാത്രയിലാണ്. ഉത്സവകാലം കൊണ്ടാടുകയാണ്. തെക്കൻ കേരളത്തിലുപരി വടക്കൻ കേരളത്തിലാണ് കൂടുതൽ സമയവും. രാജനെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കം. ചിലർ രാജനെ വിളിക്കുന്നത് തന്നെ യൂണിവേഴ്സൽ കിങ് എന്നാണ്. സാർവത്രിക രാജാവ്, രാജാവിന്റെ മകൻ. ഒരിക്കൽ ഒരു ആനപ്രേമി രാജനോട് ചോദിച്ചു ഏറ്റവും ഇഷ്ടമുള്ള കൊമ്പൻ ആരാണെന്ന്. അപ്പോൾ രാജൻ സ്വയം പറഞ്ഞു ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനവുമുള്ള രാജാവ്. പിന്നീട് രാജനെ കാണുമ്പോൾ ആനപ്രേമി കളിയാക്കി വിളിക്കുമായിരുന്നു കിങ് ഓഫ് എലിഫന്റ്, യൂണിവേഴ്സൽ കിങ്, ആനകളുടെ രാജകുമാരൻ. പാമ്പാടി രാജൻ എന്ന ആനരാജാവിന്റെ കരിയർ അങ്ങനെ പോകുന്നു. ഗജസൗന്ദര്യത്തിന്റെ വേറിട്ട ഭാവം. ആനക്കേരളത്തിന്റെ രാജാതിരാജൻ, അതാണ് പാമ്പാടി രാജൻ. ആനക്കഥകളിലെ നാടൻ ആനകളിലെ രാജകലയുടെ രാജചക്രവർത്തി. കോട്ടയം പാമ്പാടി സ്വദേശി പരേതനായ മൂടങ്കല്ലുങ്കൽ ബേബിച്ചായനും പത്നിയും കോടനാട് ആനലേലത്തിൽ പങ്കെടുക്കാൻ ചെന്നു വർഷങ്ങൾക്ക് മുൻപ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒന്ന് അന്നവർക്ക് ലഭിച്ചു. ആനക്കേരളത്തിന് കിട്ടാവുന്നതിൽ വെച്ച് മികച്ച ഒരു കൊമ്പനാനക്കുട്ടിയെ. അന്ന് ഈ കുട്ടിക്കൊമ്പനെയും കൊണ്ട് കോട്ടയം പാമ്പാടിയിലേക്ക് തിരികെ വരുമ്പോൾ ഒരിക്കൽ പോലും ഇവർ മനസ്സിൽ ചിന്തിച്ചു കാണില്ല ഇവൻ വളർന്നു വരുമ്പോൾ കേരളം അങ്ങോളം ഇങ്ങോളം ആരാധക പ്രവാഹമുള്ള ഒരു കൊമ്പനായി മാറുമെന്ന്. കോടനാട് നിന്നും അവസാനമായി ലേലം ചെയ്യപ്പെട്ട ആനകളിൽ ഒന്നാണ് രാജൻ. ആനലേലത്തിൽ പങ്കെടുക്കാനെത്തിയ ലീലാമ്മ ചേട്ടത്തിയുടെ കണ്ണുകൾ ഒരു 3 വയസ്സുകാരൻ കുട്ടിക്കൊമ്പനിലേക്ക് തറച്ചു നിന്നു. പിന്നീട് അങ്ങോട്ട് ചരിത്രം മാറി മറയുകയായിരുന്നു. ലേലത്തിനെത്തിയ മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത മോഹവില കൊടുത്ത് ഇവനെ സ്വന്തമാക്കി. പിന്നീട് ബേബിച്ചായന്റെ ജീപ്പ് പാമ്പാടി ലക്ഷ്യമാക്കി പാഞ്ഞു. അതൊരു വരവ് തന്നെയായിരുന്നു. കൊച്ചുരാജൻ ബേബിച്ചായന്റെ മക്കൾക്ക് ഒരു കളിപ്പാട്ടവും കളിക്കൂട്ടുകാരനുമായി വളർന്നു. ബേബിച്ചായനില്ലാത്ത സമയങ്ങളിൽ ഓടിപ്പാഞ്ഞു നടക്കും. വീടിന്റെ അകം കളിസ്ഥലമാക്കി മാറ്റും. ലീലാമ്മ ചേട്ടത്തിയോടും മക്കളോടും തന്നെയാണ് ഇവന്റെ കളികൾ മുഴുവൻ അരങ്ങേറിയത്. പൊതുവെ ഗൗരവക്കാരനായ ബേബിച്ചായന്റെ അടുത്ത് ഇവൻ മര്യാദരാമനായി നിൽക്കും. ഈ ബാല്യകാല സ്മരണ തന്നെയാവണം തൻ്റെ നിഴലിനോട് പോലും യുദ്ധം ചെയ്യുന്ന മദപ്പാടുകാലത്ത് മക്കളായ റോബിറ്റിനും ഷോബിറ്റിനും ലീലാമ്മ ചേട്ടത്തിക്ക് മുന്നിൽ അവൻ ഒതുങ്ങി നിൽക്കുന്നത് കാണാമായിരുന്നു. എന്നാൽ ബേബിച്ചായന്റെ വിയോഗത്തിന് ശേഷം ആനയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു. റോബിറ്റും ഷോബിറ്റും ഈ അടുത്ത കാലത്ത് രണ്ടുപേരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. രാജനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം തന്നെയായിരുന്നു. ബാല്യകാലം മധുരമേറിയതായിരുന്നെങ്കിലും യൗവനത്തിന്റെ ആരംഭം അവനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി കടുപ്പമേറിയതായിരുന്നു. യൗവനത്തിന്റെ ആരംഭത്തിൽ കർണാടകയിലെ തടിക്കൂപ്പുകളിൽ ചോര നീരാക്കി പണിയെടുക്കാനായിരുന്നു അവന്റെ വിധി. സത്യത്തിൽ അത് നല്ലതിന് തന്നെയായിരുന്നു. അപ്പോഴേക്കും അവൻ ഒരു ഒന്നൊന്നര ആനയായി മാറിക്കഴിഞ്ഞിരുന്നു. കർണാടകയിൽ പണിയെടുക്കുന്ന ലക്ഷണകുമാരനെ കുറിച്ച് കേട്ടറിഞ്ഞ ചെറായി സ്വദേശി ബാലൻ മാഷ് അവനെ അവിടെ നിന്നും കേരളത്തിലേക്ക് വീണ്ടും എത്തിച്ചു. കോടനാടിന്റെ മഹിമയും തടിപ്പണി ചെയ്തുണ്ടായ മെയ്ക്കരുത്തും കൂടിയായപ്പോൾ അവൻ നല്ല വലിയ കാണാൻ ഭംഗിയുള്ള കൊമ്പനായി മാറി എന്നുള്ളതാണ്. പാമ്പാടി ക്ഷേത്രത്തിലാണ് രാജനെ ആദ്യമായി എഴുന്നള്ളിപ്പിച്ചത്. ഇന്ന് രാജനില്ലാത്ത ഉത്സവപൂരങ്ങൾ വളരെ കുറവാണ്. ഒരു പൂര സീസണിൽ കേരളം അങ്ങോളം ഇങ്ങോളമുള്ള 180-ൽ കൂടുതൽ പൂരങ്ങളിലാണ് രാജൻ പങ്കെടുത്തു വരുന്നത്. മധ്യ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു ആനയാണ് പാമ്പാടി രാജൻ. കേരളത്തിലെ ആനച്ചന്തത്തിന്റെ യൗവനമാണ് പാമ്പാടി രാജൻ. കോട്ടയത്തെ പാമ്പാടിക്കാരനെങ്കിലും പാലക്കാട്ടെയും തൃശൂരെയും ഉത്സവപ്പറമ്പുകളുടെ പ്രിയതാരം. നാടനാനകളിൽ തലപ്പൊക്കം കൊണ്ട് മുമ്പനാണ്. മദഗിരി ഏറ്റവും കുറവുള്ള രാജനെ ഏത് ഉത്സവപ്പറമ്പിലും വേറിട്ട് കണ്ടറിയാനാവും. നാടനാനകളുടെ ലക്ഷണത്തികവ് മുഴുവനും കാണാൻ രാജനെ കണ്ടാൽ മതി. പാമ്പാടി രാജനും എന്നും നമ്മുടെ മനസ്സുകളിലും ഓർമ്മയിലും ജീവിക്കുന്ന തിരുവമ്പാടി ശിവസുന്ദറും ഒരു ചെറിയ സാമ്യമുണ്ട് കാഴ്ചയ്ക്ക്. കേരളത്തിലുള്ള മിക്ക പ്രധാന ഉത്സവങ്ങളിലും തൃശൂർ പൂരം തുടങ്ങിയ പ്രമുഖ പൂരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. രാജന്റെ ഉയരം രാമചന്ദ്രനോളം വരില്ലെങ്കിലും ഉയരത്തിലും തലയെടുപ്പിലും മുമ്പിൽ തന്നെയാണ്. തലപ്പൊക്കമുള്ള നാടനാനകളിൽ മുൻപനാണ് പാമ്പാടി രാജൻ. ഉറച്ച ശരീരവും പ്രൗഢഗംഭീരമായ നടത്തവുമുള്ള രാജന് മദപ്പാടും വളരെ കുറവാണ്. തടിച്ച തുമ്പിക്കൈയും വീണെടുത്ത കൊമ്പുകളും അമരത്തിന് താഴെ വരെ നീണ്ടുകിടക്കുന്ന ഒരു ചെറിയ വളവുള്ള വാലും എഴുന്നള്ളിക്കുമ്പോൾ അവന്റെ ആകാരഭംഗി വർദ്ധിപ്പിക്കുന്നു. ലക്ഷണത്തികവുള്ള ഈ ആനയ്ക്ക് വിവിധ ഗജമേളകളിൽ നിന്നായി ഗജേന്ദ്രൻ, ഗജമാണിക്യം, ഗജരാജരത്നം, ഗജരാജ പ്രജാപതി തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. 2001-ലെ തൃശൂർ പൂരം മടത്തിൽ വരവിന് തിരുവമ്പാടി വിഭാഗത്തിൽ എഴുന്നള്ളിച്ച രാജൻ പിറ്റേ കൊല്ലം പാറമേക്കാവ് എഴുന്നള്ളത്തിലെത്തി. അതേ വർഷം രാത്രി എഴുന്നള്ളത്തിന് ഒരു നിയോഗം പോലെ ഭഗവതിയുടെ തിടമ്പേറ്റാനായതോടെ രാജന്റെ പെരുമ വർദ്ധിച്ചു.
ഇന്നിപ്പോൾ നെന്മാറ വല്ലങ്കിവേല, പരിയാനംപറ്റ പൂരം, ഇത്തിത്താനം ഗജമേള എന്നിവയുൾപ്പെടെ ജില്ലയിലെ പ്രധാന വേലപ്പൂരങ്ങളുടെയെല്ലാം പൊലിമയുടെ ഭാഗമാണ് പാമ്പാടി രാജൻ. കോട്ടയം ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഇത്തിത്താനത്ത് വെച്ച് നടക്കുന്ന ഇത്തിത്താനം ഗജമേളയിൽ 2006, 2007, 2014 എന്നീ വർഷങ്ങളിൽ വിജയിയായിട്ടുണ്ട് പാമ്പാടി രാജൻ. കോടനാട്ടെ ആനക്കൂട്ടിൽ നിന്ന് 1977 ലേലത്തിലാണ് M.A. തോമസ് നാടൻ ആനക്കുട്ടിയെ സ്വന്തമാക്കുന്നത്. കുറച്ചുകാലം കർണാടകയിലെ തടിക്കൂപ്പുകളിലുള്ള അധ്വാനം രാജൻ എന്ന ആനക്കുട്ടിയെ ഒരു ഒറ്റയാനയാക്കി മാറ്റി. ഉറച്ച ശരീരവും പ്രൗഢഗംഭീരമായ നടത്തവുമാണ് രാജനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുക. രാജനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പഴയ പാപ്പാൻ സാജനെ ഓർമ്മ വരും. രാജനെ ഇന്നത്തെ ഈ പെരുമയ്ക്കും തലപ്പൊക്കത്തിനും വേണ്ടി സാജൻ ഒത്തിരി അവനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. സാജൻ എന്ന പാപ്പാന്റെ മിടുക്കു തന്നെയാണ് പാമ്പാടി രാജനും നാണുഎഴുത്തച്ഛൻ ശ്രീനിവാസനും ഇത്രയും ജനശ്രദ്ധ നേടിക്കൊടുത്തത്. പക്ഷേ ദൈവത്തിന്റെ നിയോഗമെന്ന് പറഞ്ഞ പോലെ മതപ്പാടിലായ സമയം കൂപ്പിൽ അർജുനൻ എന്ന ആനയ്ക്കൊപ്പം പണിക്ക് പോയതാണ്. ആ ആനയാൽ സാജൻ കൊല്ലപ്പെട്ടു. ആനകൾക്കിടയിൽ പാമ്പാടി രാജൻ ഒരു സൂപ്പർ താരമാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് കേരളത്തിൽ ഏറ്റവും അധികം പേരും പ്രശസ്തിയും ആവശ്യക്കാരുമുള്ള ആന. അതു കഴിഞ്ഞാൽ പാമ്പാടി രാജൻ, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ, മംഗലംകുന്ന് അയ്യപ്പൻ, ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ, കുന്നത്തൂർ രമു, ഗുരുവായൂർ ഇന്ദ്രസേൻ തുടങ്ങിയ ആനകൾ വൻതുകകൾ മറിയുന്ന കേരളത്തിലെ ഉത്സവ വിപണിയിലെ സൂപ്പർ താരങ്ങളാണിവർ. കോൾ ഷീറ്റിന്റെ കാര്യത്തിൽ രാമചന്ദ്രനോളം എത്തില്ലെങ്കിലും തിരക്കനുസരിച്ച് നല്ല തുക ഇവരിൽ പലർക്കും ഒരു ദിവസത്തെ ഏക്കം കിട്ടാറുമുണ്ട്. പാമ്പാടി രാജനെ പറ്റി ഒരു ആൽബം പുറത്തിറങ്ങുകയുണ്ടായി. സ്റ്റാർ എലിഫൻസ് എന്ന ആനകളുടെ വെബ്സൈറ്റ് പറയുന്നുണ്ടായിരുന്നു കുറച്ചുകാലം മുൻപ്, ഇവനെക്കുറിച്ച് എത്ര എഴുതിയാലും വർണ്ണിച്ചാലും തീരില്ല, അതാണ് പാമ്പാടി രാജൻ, യൂണിവേഴ്സൽ കിങ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.